ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ മഹായോഗത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കൺവെൻഷന്റെ 4ാമത്തെ ദിവസം രാത്രിയിൽ ദൈവസന്നിധിയിൽ ദൈവവചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോടും കർത്താവിന്റെ ദാസന്മാരോടുമൊപ്പം ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം, വളരെ വിശേഷാൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് എനിക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഇത് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ OM രാജുകുട്ടി അവരോടൊത്ത് ഒരാത്മീക കൂട്ടായ്മ കൂടി ദൈവം തന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കരിമ്പ്ലാവ് കൺവെൻഷനിൽ ദീർഘനാളുകളായിട്ട് കർത്താവിൻ്റെ വചനവും കർത്താവിൻ്റെ ശുശ്രൂഷയും നിമിത്തം അംഗങ്ങളായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ ഒട്ടനവധി എൻ്റെ പിന്നിലായിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇന്ന് രാത്രി ദീർഘകാലങ്ങളുള്ള അവരുടെ ശുശ്രൂഷയുടെ പരിചയവും അവരുടെ ശുശ്രൂഷയുടെ ദൈവകൃപയും വ്യക്തമായി തിരിച്ചറിഞ്ഞ് അവരിൽ ഒരു എളിയ ദാസൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം അറിയിപ്പാൻ ദൈവം എന്നെ ശക്തീകരിക്കുന്നതോർത്തും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഇന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. നാം ഏവരും പ്രതീക്ഷിക്കുന്ന, ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള വ്യക്തമായ സന്ദേശം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബു വർഗീസിലൂടെ നമ്മോട് കർത്താവിനെ അറിയിക്കുവാൻ ദൈവത്തിന് കനിവ് തോന്നി. ഞാനിവിടുന്ന് ചിന്തിക്കുകയായിരുന്നു, കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ഭൗതിക ശരീരങ്ങളുടെ ഉയർപ്പിനെ കുറിച്ചും യേശുവിൻ്റെ ശക്തിയുടെ മഹിമയെക്കുറിച്ചും പറഞ്ഞപ്പോൾ നാം ഈ ലോകത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കൊക്കെ തൽക്കാലത്തേക്കുള്ള കഷ്ടതയാണ്, മറിച്ച് നിത്യയുഗം കർത്താവിനോടൊപ്പം വാഴുന്ന ഒരു സുദിനമുണ്ട്, ഒരു കാലമുണ്ട്, ഒരു സീസൺ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഒരു പ്രാവശ്യം കൂടി കരങ്ങൾ ഉയർത്തി മനസ്സോടെ ദൈവത്തിന് ഒരു സ്തുതി കരയറ്റാമോ? ഇന്ന് രാത്രി നമ്മെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന, ശക്തീകരിക്കുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ അരുമനാഥനായ കർത്താവ് ഒരു ദിവസം വാനമേഘത്തിൽ വരും എന്നുള്ളതാണ്. നോക്കണമേ, എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്റെ ചിന്ത അതല്ലെങ്കിലും കർത്താവിന്റെ ദാസന്റെ സന്ദേശത്തോട് ചേർന്ന് അതൊന്ന് പറയാതെ പോകാനായിട്ട് എനിക്ക് ഒക്കത്തില്ല. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ എഫേസോസിലുള്ള ദൈവമക്കളെ കുറിച്ചുള്ള ഒരു പ്രാർത്ഥനയിൽ പൗലോസ് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്: ദൈവമേ, അവരുടെ കണ്ണൊന്ന് തുറക്കണം. തുറക്കുന്നത് എന്തിനാ? ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം പറയുന്നത് ആ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്, അതിൻ്റെ ഒരു മഹത്വമുണ്ട്, അതിൻ്റെ ഒരു മഹിമയുണ്ട്, അതിൻ്റെ ഒരു വലിപ്പമുണ്ട്. അത് ഈ ജനം അറിയണമെന്ന് പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഈ ശക്തിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഇതേ ശക്തിയാണ് എൻ്റെ യേശുവിൻ്റെ കല്ലറയ്ക്കുള്ളിൽ വ്യാപരിച്ച അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നാം മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ശവകുടീരത്തിനുള്ളിൽ വന്നിട്ട് നമ്മുടെ മർത്യമായ ശരീരത്തെ പുനർജീവിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇത് ലോകത്ത് ഒരു ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള യാതൊരു കാര്യത്തിനും കഴിയത്തില്ല. മറിച്ച് എൻ്റെ ദൈവത്തിന്റെ അത്യന്ത ശക്തിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അത് അനുഭവിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ചിന്തയാ. എന്താ ഈ ശക്തി എന്ന് പറയുന്നത്? മർത്യ ശരീരത്തെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എല്ലാം തീർന്നെന്ന് മനുഷ്യർ ചിന്തിക്കുന്നിടത്തുനിന്ന് തുടങ്ങുന്ന ഒരു ദൈവശക്തിയുണ്ട്. എത്ര പേര് അതിനൊരു ഹല്ലേലൂയ പറയാം? ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കണമേ, രാജാക്കന്മാര് അവരുടെ ശക്തിയുടെ പൂർണ്ണതയിൽ യേശുവിന്റെ കല്ലറ അടച്ചു വെച്ചു. 12 ശിഷ്യന്മാരെ ചിതറിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. നിയമം കൊണ്ട് യേശുവിനെ എതിർപ്പുണ്ടായി. യേശുവിന്റെ മൂവ്മെന്റിനെ തൽക്കാലത്തേക്കെങ്കിലും അമർച്ച ചെയ്യാൻ അധികാരികൾക്ക് കഴിഞ്ഞു. എന്നാൽ ഏറെ കാലം നീണ്ടു നിന്നില്ല. 3-ാമത്തെ ദിവസം എന്റെ യേശുവിന്റെ കല്ലറയിൽ ഒരു ശക്തി ഇറങ്ങിയിട്ട് സകലതും അവസാനിച്ചെന്ന് തോന്നുന്നിടത്തു നിന്ന് വീണ്ടും ഒരു പുനർചിന്ത, വീണ്ടും ഒരു തുടക്കം നൽകി. ഈ 2025 വരെ ആ
ശക്തിയുടെ പൂർണ്ണതയിൽ അനേകരെ ആകർഷിക്കുന്ന ദൈവശക്തിയുടെ മഹത്വം. ഇന്ന് നിങ്ങളിൽ വസിക്കുന്ന ഒരു ശക്തിയോട് എത്ര പേര് പറയും, എന്നിൽ വസിക്കുന്ന ശക്തി ഈ ലോകത്തിന്റെ സകല വാതിലുകളും അടയുമ്പോഴും തീർന്നെന്ന് പറയുമ്പോഴും അവിടെ തീരുന്ന ശക്തിയല്ല, എന്നിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് തീർന്നെന്ന് പറയുന്നിടത്തുനിന്ന് തുടങ്ങാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ശക്തിയുടെ മഹത്വത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഈ ശക്തിയാൽ മർത്യമായ ശരീരത്തെ ജീവനുള്ള തേജസ്സുള്ള മേന്മയായ ശരീരമായി എൻ്റെ ദൈവം മാറ്റും എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആ ശക്തിയുടെ കീഴിൽ നമുക്ക് ആയിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ വിശേഷപ്പെട്ട ഒരു ദൈവത്തിന്റെ ആലോചന ഈ കൂട്ടത്തോട് അറിയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ ഈ ചിന്ത എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തമായി ആഴത്തിൽ ഇടപെട്ടത് കൊണ്ട് ഞാൻ ഈ ചിന്തയിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു മറുചിന്തയുണ്ടായി. ദൈവമേ, ഫിലിപ്പിയ ലേഖനത്തിൽ എഫേസ്യ ലേഖനത്തിൽ പോയി ഈ ശക്തിയെ കുറിച്ച്, ഫിലിപ്പിയ ലേഖനത്തിൽ പോയി ദൈവത്തിന്റെ കൃപ കൊണ്ട് മനുഷ്യ ശരീരങ്ങളെ ദൈവത്തോട് അനുരൂപപ്പെട്ട ശരീരമാക്കി മാറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായിട്ട് ഞാൻ ഇപ്പം പ്രസംഗിക്കാൻ പോകുന്ന ഈ ചിന്തകൾ വളരെ ആഴമായി കരിയമ്പ്ലാവിലുള്ള ദൈവമക്കളോട് അറിയിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചത് കൊണ്ട് എൻ്റെ മാനുഷികമായ ചിന്തകളിലേക്ക് പോകാതെ ദൈവം എന്നെ ഏൽപ്പിച്ച ദൈവത്തിന്റെ ആലോചന കലർപ്പില്ലാതെ ഈ സഭയുടെ ഈ കൂട്ടത്തിന്റെ മുമ്പാകെ പറയുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എന്നോടൊപ്പം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നിങ്ങളൊന്ന് വരാമോ? പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 24 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ. പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 24 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കാമോ? ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവവും സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. മനുഷ്യന്റെ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നതുമില്ല. അടുത്തത്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ, ഭൂതലത്തിൽ എല്ലായിടത്തും അധിവസിക്കുവാനും അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അവിടുന്ന് ഒരുവനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ സൃഷ്ടിച്ചു. അടുത്തത്, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർക്ക് ജീവിത കാലാവധികളും കൃത്യമായ സ്ഥലങ്ങളും ആ ദൈവം നിയമിച്ചു നൽകി. അടുത്തത്, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. ഇത് അവർക്ക് ദൈവത്തെ ആവശ്യമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞ് ദൈവത്തെ അന്വേഷിക്കേണ്ടുന്നതിനു വേണ്ടിയാണ്. അടുത്തത്, അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ലതാനും, എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും വിദൂരസ്ഥനല്ല, നമ്മിൽ നിന്ന് അകന്ന് താമസിക്കുന്നവനല്ല നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാണ് പൗലോസ് ഈ ഭാഗം, പൗലോസിന്റെ ചിന്തയിൽ ആ ജീവിതത്തിൽ വരുന്ന ഒരു പ്രസംഗത്തിൽ ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് അതിന്റെ 2-ാം ഭാഗത്ത് പൗലോസിന്റെ മിഷണറി യാത്രയെ ചരിത്രപരമായി എഴുതിയിരിക്കുന്ന ഭാഗങ്ങളാണ്. 17-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ തെസ്സലോനിക്കയിലൂടെ സഞ്ചരിച്ച് അപ്പോസ്തലനായ പൗലോസ് അഥേനയിലെത്തുകയാണ്. അഥേന എന്ന് പറയുന്ന സ്ഥലത്ത് പൗലോസ് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുന്നുണ്ട്. അഥേനയ്ക്ക് ഒരു ആധ്യാത്മിക അല്ലെങ്കിൽ മതപരമായ ഒരു പശ്ചാത്തലമുണ്ട്. അസാധാരണമായ മതചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കൂട്ടം, ഒരു സമൂഹം, ഒരു പട്ടണമായിരുന്നു ഈ അഥേന പട്ടണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൗലോസ് അവിടെ ചെല്ലുമ്പോൾ ധാരാളം വിഗ്രഹങ്ങളെ പൗലോസ് അവിടെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ ഐഡൽസ് കൊണ്ടും ഷ്രൈൻസ് കൊണ്ടും ദേവാലയങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ ദൈവമെന്ന് അവർ കരുതിയിരുന്ന ദേവന്മാരെ പൂജിച്ചിരുന്ന
പട്ടണമായിരുന്നു അഥേന പട്ടണം എന്ന് ദൈവവചനത്തിൽ നിന്ന് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് സത്യസന്ധമല്ലെങ്കിലും ദൈവത്തെക്കുറിച്ച് വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകൾ ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു പട്ടണമായിട്ടാണ് അഥേനയെ കാണുവാനായി നമുക്ക് കഴിയുന്നത്. നോക്കണം, ഈ ബിംബങ്ങളുടെ നടുവിലൂടെ, വിഗ്രഹങ്ങളുടെ നടുവിലൂടെ അപ്പോസ്തലനായ പൗലോസ് ഓരോന്ന് കണ്ടു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം അവിടെ എഴുതിയിരിക്കുന്നത് പൗലോസിന്റെ മനസ്സിന് ചൂട് പിടിച്ചു എന്ന് എഴുതിയിരിക്കുക, അല്ലെങ്കിൽ ആത്മാവിൽ പ്രകോപിതനായി എന്ന് എഴുതിയിരിക്കുക. ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ദേശത്തിന്റെ തിന്മ, ദൈവ മക്കളല്ലാത്തവർ അന്യദേവന്മാരെ സേവിക്കുന്നതും രക്ഷയുടെ വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കുന്നതും കാണുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ദൈവമക്കൾക്ക് ആത്മാവിൽ ഒരു ചൂട് പിടിക്കണം. അവർക്ക് സത്യദൈവത്തെ കാണിച്ചു കൊടുക്കാൻ, ദൈവത്തെ അവർക്ക് അറിയിച്ചു കൊടുക്കുവാനുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആത്മാവിൽ പ്രകോപിതരാകേണ്ടുന്നത് അടിക്കാനും ഇടിക്കാനുമല്ല, വഴക്കുണ്ടാക്കാനല്ല, കമ്മിറ്റിയിൽ സ്ഥാനം പിടിക്കാനല്ല, ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കാനല്ല. ദൈവമക്കളെ, നിങ്ങൾ ഈ ലോകത്തെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന ചൂട്, ആ ആത്മീക പ്രകോപനം എന്ന് പറയുന്നത് സത്യത്തിനെതിരായി ലോകം നീങ്ങുമ്പോൾ അതിന്റെ നടുവിൽ സത്യവാനായ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ ആത്മാവിന്, നിങ്ങളുടെ ഹൃദയത്തിന് ദൈവം ഒരു പുതിയ ചൂട് ഇന്ന് രാത്രി തരട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇത് കേട്ടപ്പോഴേ അവിടെയുള്ള യഹൂദന്മാരോടും ജാതികളോടും പൗലോസ് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ഈ അഥേന എന്ന് പറയുന്നത് മതചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു പട്ടണം മാത്രമായിരുന്നില്ല. ഫിലോസഫീസ്, തത്വചിന്തകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു പട്ടണം കൂടിയായിരുന്നു അഥേന. നമുക്കറിയാം, വിശ്വവിഖ്യാതരായ തത്വചിന്തകന്മാരായ പ്ലേറ്റോയെ കുറിച്ചും സോക്രട്ടീസിനെ കുറിച്ചും അരിസ്റ്റോട്ടലിനെ കുറിച്ചും ഒക്കെ നാം കേട്ടിട്ടുണ്ട്. അവയൊക്കെ അഥേനയിലെ തത്വചിന്തകളുമായി താരതമ്യം ചെയ്തും കണക്ട് ചെയ്തും നാം പഠിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ രണ്ട് കൂട്ടരുണ്ടായിരുന്നു, എപ്പിക്കൂരിയൻസ്, സ്റ്റോയിക്സ്. അതായത് എപ്പിക്കൂര്യനും സ്റ്റോയിക്കരും. ഈ എപ്പിക്യൂരിയൻ എന്ന് പറയുന്ന കൂട്ടത്തിന് അവർ സുഖം തേടുന്നവരാ. അവരുടെ ഭാഷ എന്ന് പറയുന്നത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതം അവർ കാണുന്നില്ല. ദൈവത്തിൽ അവർക്ക് വിശ്വാസമില്ല. മരണത്തിന് അനന്തരമായ, മരണം കഴിഞ്ഞിട്ട് ഒരു ജീവിതമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവർ ഇന്ന് ജീവിക്കുന്നവരാ. നാളെയെ കുറിച്ച് അവർക്ക് ചിന്തകളില്ല. ആത്മാവിനെ കുറിച്ച് അവർക്ക് ചിന്തകളില്ല. അവർക്ക് മനുഷ്യന്റെ ഭാവിയെ കുറിച്ച്, നിത്യതയെ കുറിച്ച് ഒരു തരത്തിലുമുള്ള ചിന്തകൾ എപ്പിക്കൂര്യർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ വേറൊരു കൂട്ടർ അവിടെ ഉണ്ടായിരുന്നു. അവരെ സ്റ്റോയിക്കർ എന്നാണ് അറിയപ്പെടുന്നില്ല. സ്റ്റോയിക്സ് എന്ന് പറയും. അവർക്ക് സൃഷ്ടിയിൽ വിശ്വാസമുണ്ട്. അവർക്ക് മനുഷ്യന്റെ ശക്തിക്ക് അപ്പുറത്ത് ഒരു ശക്തി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ശരീരത്തിന്റെ ഉയർപ്പിൽ അവർക്ക് വിശ്വാസമില്ല. എന്നാൽ പൗലോസ് അഥേനയിൽ ചെല്ലുമ്പോൾ പൗലോസ് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ മുഖ്യമായ വിഷയം എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റു, ശരീരത്തിന്റെ ഉയർപ്പിനെ കുറിച്ച് പൗലോസ് പ്രസംഗിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഈ രണ്ട് കൂട്ടരും, അതായത് മതവിശ്വാസികൾ മാത്രമല്ല, തത്വചിന്തകളിൽ അധിഷ്ഠിതമായി വാഗ്വാദങ്ങൾ നടത്തുന്ന, ഡിബേറ്റ് നടത്തുന്ന ഈ രണ്ട് കൂട്ടരുൾപ്പെടെ ആരും പൗലോസിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ അവർക്ക് പുതിയ വാർത്തകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, പുതിയ ചിന്തകൾ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. ആരെങ്കിലും ഒരു പുതിയ ആശയം അവിടെ വന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് കാര്യങ്ങൾ അറിയണമെന്നും അതിനെക്കുറിച്ച് ഡിബേറ്റ് നടത്തണമെന്നും അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് ഈ അഥേനയിലെ വാസികൾ എന്ന് പറയുന്നത്. അവിടെ അരയോപകുന്നെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു സമിതി തന്നെയുണ്ട്. അതിന്റെ ഉദ്ദേശം ഇപ്രകാരമാണ്: ഒരു പുതിയ ചിന്ത നമുക്ക് മറ്റുള്ളവരോട് പറയണമെങ്കിൽ, അവരോടൊരു വാഗ്വാദം, ഒരു ഡിബേറ്റ് നടത്തണമെങ്കിൽ, നമ്മുടെ ആശയം കൺവേ ചെയ്യണമെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു സ്റ്റേജോ അല്ലെങ്കിൽ ഒരു കുന്നോ ഒരു ഉയർന്ന സ്ഥലമോ ആയിരുന്നിരിക്കണം. അവിടെ വന്ന് ആളുകൾ പറയും, മറ്റുള്ളവർ പുതിയ ആശയങ്ങൾ കേൾക്കും എന്നുള്ള സംഗതി അവിടെ ഉണ്ടായിരുന്നു. അവിടെ അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്ന ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് നാം ഇന്ന് രാത്രി ആത്മീക ചിന്തയ്ക്കായി കുറിവാക്യമായി വായിച്ചത്. ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പറയാതെ നിങ്ങളോട് ഈ ആശയം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അഥേന എന്ന് പറയുന്ന പട്ടണം ജാതീയ ചിന്തകൾ, മതപരമായ ചിന്തകൾ ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു പട്ടണം. അതേപോലെ തന്നെ തത്വചിന്തകൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പട്ടണം.
ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളില്ലാത്ത നല്ലൊരു ഭൂരിപക്ഷം ആളുകൾ ദൈവത്തെക്കുറിച്ചല്ലെങ്കിലും ഒരു ശക്തിയെക്കുറിച്ച് വിശ്വസിച്ചു. എന്നാൽ ഒരു ഉയർപ്പിനെ കുറിച്ച്, ശരീരത്തിന്റെ ഉയർപ്പിനെ കുറിച്ച്, വീണ്ടും ജീവിക്കുന്നതിനെ കുറിച്ച്, നിത്യതയെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതിരുന്ന ഒരു കൂട്ടത്തിന്റെ നടുവില് അപ്പോസ്തലനായ പൗലോസ് വിശ്വസിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒരു പ്രസംഗമാണ് നാം വായിച്ച ഈ 4 വാക്യങ്ങൾ. ഇവിടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പൗലോസ് തന്റെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന അടിസ്ഥാനപരമായ 4 കാര്യങ്ങളാണ്. ഇത് 4 ദൂതുകളാണ്. കരിയമ്പലാവിലെ ദൈവത്തെ ആരാധിക്കുന്ന ഇന്ന് രാത്രി ഈ പന്തലിന്റെ കീഴിൽ മാത്രമല്ല, ഈ ഓൺലൈനിലൂടെ എന്നെ ശ്രവിക്കുന്ന ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ദൈവവചനത്തിന് വേണ്ടി കാതോർക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്ന ഈ 4 ദൂതുകൾ നിങ്ങൾ അതേ ആത്മാവിൽ ഏറ്റെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്ന്, God is not a temple-centered God. പൗലോസ് പറയുക, ഞാൻ പ്രസംഗിക്കുന്ന ഒരു ദൈവം ദേവാലയത്തിൽ ഒതുങ്ങുന്ന ഒരു ദൈവമല്ല. പൗലോസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു കോട്ടയിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല, ഒരു വിഗ്രഹത്തിന് ഒതുങ്ങുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല, ഈ ലോകത്തിന് കണ്ടെയ്ൻ ചെയ്യാനൊക്കുന്ന, ഈ ലോകത്തിന് ഒതുക്കി വെക്കാനൊക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നതെന്ന് പൗലോസ് ആദ്യമേ ഈ ജനത്തോട് പറയുകയാണ്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് പറയുന്നത്, പ്രപഞ്ചവും അതിലുള്ള സകലതും സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവാകൊണ്ട് അവിടുന്ന് മനുഷ്യ നിർമ്മിതമായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഇന്ന് രാത്രി ഞാൻ എന്റെ സന്ദേശത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൂടി പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഇന്ന് രാത്രി ദൈവമക്കളെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. നാം ആരാധിക്കുന്ന ദൈവം നമ്മുടെ ആത്മീയത ഒരു ചർച്ച് സെന്റേർഡ് സ്പിരിച്വാലിറ്റി ആണോ, ഒരു കൂട്ടത്തിൽ അധിഷ്ഠിതമായ ആത്മീയതയാണോ, സഭയിൽ വരുമ്പോഴുള്ള ഒരു ആത്മീയതയാണോ, ദേവാലയത്തിൽ സെന്റേർഡ് ആയിട്ടുള്ള ഒരു ആത്മീയതയാണോ, അതോ ഇന്ന് രാത്രി വ്യക്തിപരമായി എന്റെ യേശുവിനെ രുചിച്ചറിയുന്ന, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന, ഡയറക്റ്റ് ഹോട്ട്മെയിൽ കണക്ഷൻ ഉള്ള, ആ ഹോട്ട്ലൈൻ കണക്ഷൻ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിനാണോ ഇന്ന് രാത്രി പ്രാധാന്യം കൊടുക്കുന്നത്? ഇന്ന് രാത്രി എനിക്കറിയാം 100 പേര് കൂടുമ്പോൾ പാടുന്ന പാട്ടിനൊരു ഓളമുണ്ട്, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു ട്യൂണുണ്ട്, ആടുന്ന ആട്ടത്തിനൊരു സന്തോഷമുണ്ട്. എന്നാൽ പത്മോസിന്റെ ദ്വീപില് ഏകാന്തതയിലായ യോഹന്നാൻ സ്വർഗം തുറന്ന് ദർശനം കണ്ടതുപോലെ ഒരു കൂട്ടത്തിലല്ല, ആലയത്തിലല്ല, കെട്ടിടത്തിലല്ല, സമൂഹത്തിലല്ല, നിന്റെ അടുത്ത് വരുന്ന, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിന്റെ അടുത്ത് വരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കാഴ്ചപ്പാട്, അനുഭവം ഇന്ന് രാത്രി പ്രാപിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുകയാണ്. ഗ്രൂപ്പ് സോങ് പാടാൻ എളുപ്പമാ, ഒറ്റയ്ക്ക് പാടാൻ വരുമ്പോഴേ ട്യൂണുണ്ടോന്ന് അറിയത്തുള്ളൂ. ഇന്ന് രാത്രി ആത്മീയത എന്ന് പറയുന്നത് കൂട്ടത്തിൽ പാടുന്ന ഒന്നല്ല. എത്ര പേര് ആമേൻ പറയും, എത്ര പേര് ആമേൻ പറയും? പെന്തക്കോസ്ത് സഭ വിശ്വാസികളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് വിളിച്ചു പറയുന്നത്, ഒരുമിച്ചുള്ള ആരാധനയ്ക്ക് പ്രാധാന്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഒരുമിച്ച് പാടുന്നതിന് പ്രാധാന്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി നിന്റെ ആത്മീയത കൂട്ടത്തിലുള്ള ഒഴുക്കാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറ, ആ ഒഴുക്കിനപ്പുറത്ത് ഒരു ഒരു വ്യക്തിപരമായ ഒരു ബന്ധം എന്റെ ദൈവവുമായിട്ട് ഇന്ന് രാത്രി. പൗലോസ് ഇവനോട് പറയുക, നിങ്ങൾക്കൊത്തിരി വിഗ്രഹമുണ്ട്, നിങ്ങൾക്കൊത്തിരി ആലയമുണ്ട്, എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, സർവകൃപാലുവായ ദൈവം ആരാണെന്ന് അറിയാമോ? ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനാ, ഈ കട്ടയെ സൃഷ്ടിച്ചവൻ, ഈ മണ്ണിനെ സൃഷ്ടിച്ചവനാ, മരത്തെ സൃഷ്ടിച്ചവനാ, ജീവനുള്ളതും ഇല്ലാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ ഒരു ആലയത്തിനുള്ളിൽ നീ ഒതുക്കരുത്, ഒരു വിഗ്രഹത്തിനുള്ളിൽ നീ ഒതുക്കരുത്. ഇന്ന് രാത്രി അതിന് പുറത്തു വരണം. അതിന് പൗലോസ് ഒരു കാരണം പറയുന്നുണ്ട്. കാരണം 24-ാം വാക്യത്തിൽ തന്നെ പറയാം, പ്രപഞ്ചവും അതിലുള്ള സകലവും സൃഷ്ടിച്ച ദൈവം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനാകൊണ്ട് 15 സെന്റ് സ്ഥലം നമ്മുടെ പേരിലുണ്ടെന്ന് വെച്ച്
20 സെന്റ് സ്ഥലം നമ്മുടെ പേരിലുണ്ടെന്ന് വെച്ച് 2500 സ്ക്വയർ ഫീറ്റ് വീട് നമ്മുടെ പേരിലുണ്ടെന്ന് വെച്ച് നമ്മൾ ചിന്തിക്കരുത് നമ്മുടേതാണെന്ന്. നോക്കണം, ഇന്ന് രാത്രി ഈ ഉലകത്തിന്റെ നാഥൻ ഒരുവൻ മാത്രമാ, ഈ ലോകത്തിന്റെ നാഥൻ ഒരുവൻ മാത്രമാ. എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ കൃപ മാത്രമാണ്. പൗലോസ് ഇത് പറയുന്നത് നോക്കണേ, അതോറിറ്റി ദൈവത്തിനാണെന്ന് സ്ഥാപിക്കുക. ഈ ആലയത്തില് ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, ആലയത്തിൽ ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, അതോറിറ്റി ഉള്ള ഒരു ദൈവമാ. എന്തോ അതോറിറ്റി? എനിക്ക് സംസാരിക്കാൻ ഒത്തിരി സമയമില്ല, പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ. ഇന്ന് രാത്രി മനസ്സിലാക്കണം, എന്റെ ദൈവത്തെ പോലെ അധികാരമുള്ളവൻ ആരുമില്ല. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് താൻ പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആർക്കാ പറയാൻ ഒക്കുന്നത്? ഞാനൊരു പാസ്റ്ററാ, പക്ഷെ എന്റെ അധികാരം എന്റെ ലോക്കൽ സഭയെ മാത്രമേ ഉള്ളൂ. ഞാനൊരു അധ്യാപകനാണെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അധികാരം. ഞാനൊരു ജില്ലാ കളക്ടർ ആണെങ്കിൽ എന്റെ ജില്ലയിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അധികാരം. എന്നാൽ എന്റെ യേശു പറയുക, ഒരു ജില്ല കൊണ്ട് ഒതുങ്ങുന്ന അധികാരമല്ല, ഒരു ദേശം കൊണ്ട് ഒതുങ്ങുന്ന അധികാരമല്ല, ആ മലയും ഈ മലയും ഉൾപ്പെടുന്ന സകലത്തെയും നിർമ്മിച്ച എന്റെ യേശു പറയുക, സകല അധികാരവും. ഇനി തീർന്നില്ല. ഈ ലോകത്തിന്റെ ഏത് അധികാരവും സമയബന്ധിതമായ അധികാരമാണ്. ഏത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് റിട്ടയർ ആയേ ഒക്കത്തുള്ളൂ. പട്ടാളത്തിൽ പോയാൽ 20 വർഷം കൊണ്ട് റിട്ടയർ ആയേ ഒക്കത്തുള്ളൂ. എന്നാൽ എന്റെ യേശു പറയുക, നിത്യത മുതൽ നിത്യത വരെ, നിത്യത മുതൽ നിത്യത വരെ അധികാരിയായവൻ ഒരുവൻ മാത്രമാണ്. അവന്റെ അധികാരം ഒരു ദേവാലയം കൊണ്ട് ഒതുക്കാൻ ഒക്കത്തില്ല, 150 സ്ക്വയർ ഫൂട്ടേജുള്ള ഒരു വീട് കൊണ്ട് ഒതുക്കാൻ ഒക്കത്തില്ല. തിരിച്ചറിയ, അവന്റെ സൃഷ്ടി അല്ലാത്തതൊന്നും ഈ ലോകത്തിലില്ല. അവൻ സർവ അധികാരിയാണ്. പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മുടെ പൗലോസിന് മനസ്സിലായി, ദേവാലയത്തിലേക്ക് ചെന്ന് ആരാധിക്കുന്ന, അതിനെതിരൊന്നുമല്ല ഞാൻ കേട്ടോ, ഞാനും ഒരു പാസ്റ്ററാ. ദേവാലയത്തിലേക്ക് ചെന്ന് ദൈവത്തെ കൺസൾട്ട് ചെയ്യുന്ന അഥേനയുടെ രീതി അല്ല ആത്മീകത. അതിനപ്പുറത്ത് ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ അടുത്ത് വരുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയും? ഇന്ന് രാത്രി നീ ഇരിക്കുന്നിടത്ത് നിന്റെ അടുത്ത് വരുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് ഇതെങ്ങനെ മനസ്സിലായി? പൗലോസ് പറയും, യെരുശലേം ദേവാലയത്തിൽ ഒരു പ്രസംഗത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല ഞാൻ എന്റെ ദൈവത്തെ തേടി പോയതല്ല. ദേവാലയത്തിൽ വെച്ചല്ല ഞാൻ എന്റെ ദൈവത്തെ കണ്ടുമുട്ടുന്നത്, മറിച്ച് ഒരു റോഡിൽ എന്നെ കാണാൻ ഇറങ്ങി വന്ന എന്റെ ദൈവം. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, നീ ഇരിക്കുന്നിടത്ത് വന്ന് നിന്നെ മീറ്റ് ചെയ്യുന്ന ഒരു ദൈവം, നീ വസിക്കുന്നിടത്ത് വന്ന് നിന്നെ മീറ്റ് ചെയ്യുന്ന ഒരു ദൈവം. ഡെമസ്കോസിന്റെ റോഡിൽ വെച്ച് ഒരു മനുഷ്യനെ വിളിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ആലയത്തിന്റെ സുഖലോലിതയിലല്ല, ഇറങ്ങി വന്ന് തേടി വരുന്ന ഒരു ദൈവം. ദേവാലയത്തിൽ പോയി കണ്ട യേശുവിനെ അല്ല പൗലോസ് പ്രസംഗിക്കുന്നത്, തെരുവിൽ തന്നെ തേടി വന്ന യേശുവിനെയാ പൗലോസ് പ്രസംഗിക്കുന്നത്. ഞാൻ ഈ ഭാഗം ഇങ്ങനെ നിന്നാല് ദൈവമക്കളെ ഞാൻ ഒത്തിരി സമയമെടുക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതിത, എക്സ്പീരിയൻസ് ഹിസ് പ്രസൻസ് പേഴ്സണലി. അവന്റെ സാന്നിധ്യത്തെ വ്യക്തിപരമായിട്ട് ആസ്വദിക്കണം. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പേർക്ക് അത് കഴിയുന്നുണ്ട്? ഒരു കൂട്ടത്തിന്റെ നടുവിൽ ഒരു ക്രൗഡിനനുസരിച്ച് പോകാനല്ല. കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ദൈവസഭകളിൽ ഒന്നിൽ ഞാൻ പ്രസംഗിച്ചത് യേശുവിന്റെ ഒരു അത്ഭുതമാണ്. ഒരു സാധാരണ സ്ത്രീ, 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഒരു ക്രൗഡിന്റെ നടുവിലൂടെ നോക്കണമേ, സകല പ്രതിസന്ധികളെയും അതിജീവിച്ച യേശുവിന്റെ അടുത്തെത്തിയ ഈ സ്ത്രീ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, കൂട്ടത്തിനനുസരിച്ച് നീങ്ങാനല്ല, ക്രൗഡിന്റെ ഫ്ലോ അനുസരിച്ച് പോകാനല്ല. നിനക്കൊരു വിടുതൽ വേണമെങ്കിൽ, നിനക്കൊരു ദൈവത്തിന്റെ ഇടപാട് വേണമെങ്കിൽ, ആ ക്രൗഡിന്റെ നടുവിലൂടെ ഒരു പേഴ്സണൽ ടച്ച്, ഒരു വ്യക്തിപരമായ സ്പർശനം, ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നിനക്ക് വേണ്ടി ശക്തി പുറപ്പെട്ടത് തിരിച്ചറിഞ്ഞ യേശു എത്ര പേര് തിരക്കുന്നുണ്ടെന്നുള്ളതല്ല, എത്ര പേര് തൊടുന്നു എന്നുള്ളതല്ല, എത്ര പേര് തിക്കി തിരക്കുന്നുണ്ടെന്നുള്ളതല്ല, അതിന്റെ നടുവിൽ ആവശ്യകതയോട് വന്ന ഒരു സ്ത്രീക്ക് വേണ്ടി തങ്ങൾ നിന്ന് ഭക്തി പുറപ്പെട്ടത്
അറിഞ്ഞ യേശു ഇന്ന് രാത്രി ഈ 2025 ജനുവരി മാസത്തില് നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സ്പർശനം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സ്പർശനത്തെ നിങ്ങൾ മാറ്റിക്കളയരുത്. നിങ്ങൾ ഇരിക്കുന്നിടത്ത്, നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളില്, നിങ്ങളുടെ ഹോസ്പിറ്റൽ ബെഡിനുള്ളില്, നിങ്ങളുടെ പുൽപ്പിറ്റില്, നിങ്ങളുടെ കിടക്കക്കരികില്, നിങ്ങളുടെ തളർച്ചയില്, നിങ്ങളുടെ വീഴ്ചയില്, നിങ്ങളുടെ ഇല്ലായ്മയില് അവൻ അങ്ങോട്ട് വന്ന് ആലയങ്ങളിൽ മാത്രമല്ല വിടുതൽ, എന്റെ ദൈവത്തെ ഉൾക്കൊള്ളാൻ, എന്റെ ദൈവത്തെ ആലയത്തിൽ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. അവന്റെ ശക്തി അതിലും വലുതാണ്. രണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം, എനിക്ക് ഇത് അവസാനിപ്പിക്കണം. രണ്ടാമത് ഒരു ആലയം സെന്റേഡ് ആയിട്ടുള്ള ഒരു ആത്മീയതയല്ല. രണ്ടാമത് പൗലോസ് പറയുന്നേ സകലത്തിന്റെ ഉറവിടം ദൈവമാണ്. ഇതെന്ത് കൃത്യമായിട്ടാ പറയുന്നതെന്ന് അറിയാം. പൗലോസ് അവിടെ പറയുന്നത് എല്ലാവർക്കും, 25-ാം വാക്യം പറയുക, എല്ലാവർക്കും ജീവൻ, ശ്വാസവും മറ്റാവശ്യമായ സകലവും നൽകുന്നത് ആരാ? ദൈവം. ഞാൻ വായിക്കുന്നത് തിരുവചനം എന്നുള്ള ഒരു പരിഭാഷയിൽ നിന്ന്. കോട്ടയം സെമിനാരി ഒരു കണ്ടംപററി മലയാളം പരിഭാഷയുണ്ട്, അത് പുതിയ നിയമം പുറത്തിറങ്ങി, അതിനകത്ത് നിന്നാണ് ഞാനിത് വായിക്കുന്നത്. എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റാവശ്യമായ സകലതും നൽകുന്നത് ദൈവമാണ്. ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗിഫ്റ്റാണ്. നമുക്കൊന്നും ക്ലെയിം ചെയ്യാനൊക്കത്തില്ല. ദൈവമാണ് സോഴ്സ്. ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാം. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ഇസ്രായേൽ കനാൻ ദേശത്തേക്ക് കടത്തി വിടുമ്പോൾ ദൈവം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മറക്കരുത്. എന്താ മറക്കരുതാത്തത്? നീ അവിടെ കയറുമ്പോൾ, കിളയ്ക്കുമ്പോൾ, അധ്വാനിക്കുമ്പോൾ, കാര്യങ്ങൾ നടുമ്പോൾ 100 മടങ്ങ് ഫലം കിട്ടും. കുഴിക്കാൻ തുടങ്ങുമ്പോൾ ഇരുമ്പ് കിട്ടും, അയൺ കിട്ടും, ബ്രാസ് കിട്ടും, മിനറൽസ് കിട്ടും. അതായത് നീ കയറാൻ പോകുന്ന ദേശത്ത് സമൃദ്ധിയുടെ ഒരു ദേശമാണ്, ഭയങ്കര ഉല്ലാസത്തിന്റെ ഒരു ദേശമാണ്. പക്ഷേ ഇതെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം നീ അറിയണം. നിനക്കിപ്പം നിന്റെ തലയുടെ മേലെ നല്ലൊരു കൂരയുണ്ട്, നല്ലൊരു വീടുണ്ട്, മേശപ്പുറത്ത് നല്ല ഭക്ഷണമുണ്ട്. എന്നാൽ ദൈവം പറയുക, ആ സമയത്ത് നീ നിന്റെ ദൈവത്തെ മറക്കരുത്. ഒരു ആമേൻ പറയാമോ? ആ സമയത്ത് നീ നിന്റെ ദൈവത്തെ മറക്കരുത്. എന്താ ദൈവമേ മറക്കണ്ടാത്ത? ഞാനല്ലേ കിളച്ചേ. എന്താ ദൈവമേ മറന്നുപോയാലുള്ള കുഴപ്പം എന്താ? ഞാനല്ലേ അധ്വാനിച്ചേ. ഞങ്ങളുടെ ദേശം ഞങ്ങൾ കുഴിച്ചു, ഞങ്ങൾ വളമിട്ടു, ഞങ്ങൾ അധ്വാനിച്ചു. പക്ഷെ ദൈവം പറയുന്നു, കുഞ്ഞെ നീ ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ, ഇതെല്ലാം ചെയ്യാൻ നിനക്ക് ശക്തി തന്നത് ഞാനാണെന്ന് നീ അറിയണമോ. നീ അധ്വാനിച്ചതേ ഉള്ളൂ. നിന്റെ കൈയൊന്ന് പൊക്കി പിടിക്കാൻ, നിനക്കൊന്ന് കിളയ്ക്കാൻ, നിനക്കൊന്ന് അധ്വാനിക്കാൻ, നിനക്കൊന്ന് മരത്തെ കയറാൻ നിന്റെ കഴിവല്ല. നിന്നിൽ ജീവൻ ശേഷിപ്പിച്ചതും ആരോഗ്യം തന്നതും സ്വർഗത്തിലെ ദൈവമാണ്. എത്ര ഉദാഹരണം വേണമെങ്കിൽ പറയാം പാസ്റ്ററെ, പക്ഷെ എനിക്ക് സമയമില്ല. പക്ഷെ ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയുന്നു, സകലത്തിന്റെയും ഉറവിടം ദൈവമാ. ദൈവദാസന്മാരെ, സകലത്തിന്റെയും ഉറവിടം ദൈവമാ. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവ കൃപയാണ്, മറ്റൊന്നുമല്ല. എന്റെ വാക്ചാതുര്യമല്ല, എന്റെ കഴിവല്ല, എന്റെ സ്കില്ലല്ല. എന്നെ യോഗ്യനാക്കിയിട്ട് ദൈവമേൽപ്പിച്ച ശുശ്രൂഷയാണ്. പൗലോസ് പറയുക, എന്താ പറയുന്നേ? സ്റ്റോയിക്സിനോട് പറയുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്ന ഒരു സമൂഹത്തോട് പറയുക, കുഞ്ഞെ, സകലത്തിന്റെയും ഉറവിടം ഞാൻ പ്രസംഗിക്കുന്ന ദൈവം. മൂന്നാമത് പൗലോസ് പറയുന്നത്, ഇതെല്ലാം അവരോടാ പറയുന്നത്, ഗോഡ് റൈറ്റ്സ് യുവർ ഹിസ്റ്ററി. നിന്റെ ചരിത്രം എഴുതുന്നത് ആരാ? ദൈവം. നോക്കണമേ, ആ വാക്യം ഇങ്ങനെ പറയുന്നത്, ഭൂമിയിൽ എല്ലായിടത്തും അധിവസിക്കുവാൻ അവിടുന്ന് ഒരുവനിൽ നിന്ന്, ആദാമിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് ഞാൻ അങ്ങ് വിട്ടുകളഞ്ഞതല്ല.
അവർക്ക് ജീവിത കാലാവധികൾ, കറക്റ്റ് ഡ്യൂറേഷൻ അവർക്ക് നൽകി കൊടുത്തു. കൃത്യമായ സ്ഥലങ്ങൾ, എവിടെ താമസിക്കണം, ഈ ഗ്രൂപ്പ് എവിടെ പോകണം, ഇത് നന്നായിട്ട് വിഭജിച്ച് ദൈവം നൽകി. ഞാനിത് ജിയോഗ്രാഫിക്കലി ഇത് വിശദീകരിക്കാൻ പോയതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, ഇത് ഭയങ്കര ഒരു റെവലേഷനാണ്. ഇതൊരു അതിമഹത്തായ വെളിപ്പാടാണ്. ദൈവം നമ്മുടെ ചരിത്രം നിയന്ത്രിക്കുന്നു എന്നുള്ളത്. ഇന്ന് ഈ കരിയമ്പാവ് കൺവെൻഷനില് 4ാമത്തെ ദിവസം ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവജനം മനസ്സിലാക്കണം, ഭാഗ്യം കൊണ്ട് വന്നവരല്ല, തലേവരെ എന്നൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നതല്ല. നിന്നെ കുറിച്ച് എന്റെ ദൈവം എഴുതിയ ചരിത്രത്തില്, ആ പുസ്തകത്തിന്റെ ഇന്ന പേജില് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കണമെന്നുണ്ട്. അത് നിർണയിക്കാൻ ലോകത്തെ വേറെ ആർക്കും എന്റെ ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. നിന്നെയും നിന്റെ കുലത്തെയും കുറിച്ചുള്ള സകല ചരിത്രവും എഴുതുന്നത് സ്വർഗസ്ഥനായ ദൈവമാണെന്ന് ബോധ്യമുള്ളവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പൗലോസ് പറയുക, എടാ, ഈ ലോകത്തിൽ ഒരുവനിൽ നിന്ന് സകല ജാതിയെ നിർമ്മിച്ചു. അവരെവിടെ താമസിക്കണമെന്ന് ദൈവം എഴുതി വെച്ചു. അവരെന്ത് കഴിക്കണമെന്ന്, ഏത് ദിശയിൽ നീങ്ങണമെന്ന് സകല കാര്യങ്ങളും ചരിത്രമായി ദൈവം തന്നെ എഴുതി. ദൈവത്തെ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഒറ്റ ഉദാഹരണം പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ഒരു കൊച്ചു പെങ്കൊച്ചുണ്ടായിരുന്നു, പഴയ നിയമത്തിലാ. ആള് എന്നാ പറയുക, ഒരു ഓർഫൺ ആയിരുന്നു. അപ്പനും അമ്മയില്ല. ചിറ്റപ്പന്റെ മകളെന്നുള്ള കെയർ ഓഫില് മൊർദെഖായി എടുത്തു വളർത്തുന്ന ഒരു പെൺകുട്ടിയാ. അവളുടെ അന്ത്യം വരുന്നത് എവിടാണെന്ന് അറിയാമോ? അവള് രാജകൊട്ടാരത്തിൽ നിൽക്കുമ്പോഴാ. ഇത് രാത്രി ഞാനൊന്ന് ചോദിക്കട്ടെ, വിവരിക്കണമെന്ന് എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്കറിയാം, ദൈവവചനം അറിയുന്നവരാ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഞാൻ വിശ്വസിക്കുന്നു, ശരം കണക്കെ ദൈവത്തിന്റെ ദൂത് കടത്തി വിടുന്നുണ്ട്. എസ്തേറെ, നീ ഒരു അനാഥയായിരിക്കും. എസ്തേറെ, നീ ഒരു ഫോറിൻ ദേശത്തായിരിക്കും താമസിക്കുന്നത്. പക്ഷെ നിന്റെ വിധി നിർണയിക്കുന്നത്, നീ എവിടെ ഇരിക്കണമെന്ന് നിർണയിക്കുന്നത്, നിന്റെ കയ്യിൽ എന്ത് വേണമെന്ന് നിർണയിക്കുന്നത്, ഏത് അധികാരം നിന്റെ കയ്യിൽ വരണമെന്ന് നിശ്ചയിക്കുന്നത്, നീ ആർക്ക് കീഴടങ്ങണം, ആരുടെ മുകളിൽ വസിക്കണമെന്ന് നിർണയിക്കുന്നത് ഈ ലോകത്തിന്റെ രാജാക്കന്മാരല്ല, നിന്റെ അമ്മാവനുമല്ല, നിന്റെ മാതാപിതാക്കളല്ല, നിന്റെ പാസ്റ്റർ അല്ല, നിന്റെ സെന്റർ പാസ്റ്റർ അല്ല, നിന്റെ സൺഡേ സ്കൂൾ അധ്യാപകരല്ല, നിന്റെ സ്കൂളിൽ പഠിപ്പിച്ച നിന്റെ ഹെഡ് മാസ്റ്റർ അല്ല. ഇന്ന് രാത്രി മനസ്സിലാക്കുക, നിന്റെ ചരിത്രം എഴുതുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. God writes history. എന്റെ ദൈവം ചരിത്രം എഴുതുന്ന ദൈവമാണ്. തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, സ്പൗസസിനെ കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ദൂത ഇതാ, നിങ്ങളുടെ ചരിത്രം എഴുതുന്ന ഒരു സ്വർഗമുണ്ട്. അവൻ എഴുതിയതിനെ തിരുത്തി എഴുതാൻ ലോകത്തെ ഒരു ശക്തിയായും എന്റെ ദൈവം അനുവദിക്കത്തില്ല. നോക്കണം, ഈ ഇസ്രായേലിനെ പ്രവാസത്തിൽ നിന്ന് വിടുവിക്കാൻ ദൈവം ഒരു അസാധാരണമായ ഒരു നീക്കം നടത്തുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കോരശ് എന്ന് പറഞ്ഞ ഒരു ജാതീയ രാജാവിനെ കൊണ്ടുവരിക. അപ്പം ദൈവത്തോട് ഈ ഇസ്രായേൽ മക്കൾ ഒത്തിരി പരിഭവമൊക്കെ പറയുന്നുണ്ട്. കാരണം അവർ പ്രതീക്ഷിച്ചത് അവരുടെ കുടുംബക്കാരെങ്കിലും വരുമെന്ന് രക്ഷിക്കാൻ. എബ്രായ ഭാഷ സംസാരിക്കുന്ന അവരുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് രക്ഷിക്കും. പക്ഷെ ദൈവം അന്ന് വരെ അവർ പടിഞ്ഞാറോട്ട് നോക്കി കൊണ്ടിരിക്കുക. ദൈവം കിഴക്ക് നിന്ന് കോരശിനെ കൊണ്ടുവന്നു. അവരുടെ ഭാഷ ABCD അറിയാത്ത ഒരു മനുഷ്യൻ, അവരുടെ കുടുംബക്കാരല്ലാത്ത ഒരു മനുഷ്യൻ. അപ്പം ദൈവത്തോട് ഇവർ പരിഭവം പറയുമ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലേ, നീ മനസ്സിലാക്കണം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇങ്ങനെയാ, കലനുറുക്കുകളുടെ ഇടയിൽ ഒരു അതായത് താഴെ വീണ് പൊട്ടിപ്പോയ കലത്തിന്റെ പീസുകൾക്കിടയിൽ ജസ്റ്റ് ഒരു പീസായ നീ എന്നോട് ചോദിക്കുന്നത് എന്തുവാ? എന്നിട്ട് പറയുന്നുണ്ട്, കുശവനോട് നീ എന്താ മെനയുന്നെന്ന് ചോദിക്കാൻ നിനക്കെന്താ അധികാരം? അവനറിയാം ഏത് ഷേപ്പ് ആകണമെന്ന്, അവനറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. നീ പറയേണ്ട കോരശ് വേണോ ദാവീദ് വേണോന്ന്. അവനറിയാം ആരെ വിടണമെന്ന്, അവനറിയാം എപ്പോൾ വിടുവിക്കണമെന്ന്, അവനറിയാം ഏത് കോട്ട തകർക്കണമെന്ന്, അവനറിയാം നിന്റെ ജീവിതത്തിന്റെ ഗതി ഏതു ദിശയിൽ വിടണമെന്ന്. നീ ആരാ ചോദിക്കോ?
ഞാനത് പറഞ്ഞു നിർത്തിക്കോട്ടെ. എന്നെ അതിലും വലിയ സന്തോഷം കിട്ടുന്ന കാര്യം എന്താണെന്നറിയാമോ? ഈ കോരശിനോട് ദൈവം പറയുന്ന കാര്യങ്ങളാ. അതായത് ദൈവം ഒരുവന്റെ ചരിത്രം എഴുതിയാൽ അവൻ ജാതീയ രാജാവാണോ എന്ന് നോക്കത്തില്ല, ഇസ്രായേലിന്റെ രാജാവാണോ എന്ന് നോക്കത്തില്ല. അവൻ ഒരുവനെ നിയോഗിച്ചാൽ, അവൻ ഒരുവന്റെ ചരിത്രം എഴുതിയാൽ, എന്റെ ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? കോരശേ, ഞാൻ നിനക്ക് മുമ്പായി പോകും, ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കി തരും, താമ്രവാതിലുകളെ ഞാൻ തകർക്കും നിനക്ക് വേണ്ടി, ഇരുമ്പോടാമ്പലുകളെ ഞാൻ ഖണ്ഡിച്ചു കളയും, ഇരുട്ടിലെ നിക്ഷേപങ്ങളെ ഞാൻ നിനക്ക് തരുമോ, മറവിടങ്ങളുടെ ഗുപ്തനിധിയെ ഞാൻ നിനക്ക് തരും. ലോകത്തൊരു മനുഷ്യനും ഇന്ന് വരെ കൊടുക്കാത്ത ചില അനോയിന്റിങ് നിനക്ക് തരുമെന്ന് കോരശിനോട് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ചരിത്രം എഴുതുന്ന ദൈവത്തെ, അവന്റെ പ്രവൃത്തിയെ മാറ്റുവാൻ ഇന്ന് രാത്രി എത്ര പേര് നിങ്ങളുടെ മനസ്സിന് ധൈര്യം വന്നിട്ട് ഇവിടുന്ന് പോകാവോ? നിങ്ങളുടെ ഹൃദയപൂർവ്വം പറയണം, എന്റെ ഗതി നിർണയിക്കുന്നത് വേറെ ആരുമല്ല, എന്റെ ചരിത്രം എഴുതുന്നത് വേറെ ആരുമല്ല, എന്റെ വിദ്യാഭ്യാസമല്ല, എന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് അല്ല, എന്റെ വാക്ചാതുര്യമല്ല, എനിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് അല്ല, ഞാൻ ഇരിക്കുന്ന കസേരയല്ല. എന്റെ ദൈവം ഒന്ന് എഴുതിയാൽ, എന്റെ ദൈവം ഒന്ന് എഴുതിയാൽ, എന്റെ തലമുറകളുടെ ചരിത്രം എന്റെ ദൈവം ഒന്ന് എഴുതിയാൽ, എന്റെ ദൈവമായ എന്റെ ചരിത്രം എഴുതുന്നത്. ദാസന്മാരെ, നമ്മുടെ ചരിത്രം എഴുതുന്നത് ദൈവമാ. ലോകത്തിലെ ഒരു മനുഷ്യനല്ല, ഒരു ഭരണാധികാരിയല്ല, ആയുധങ്ങളല്ല, നിയമങ്ങളല്ല. ഇന്ന് രാത്രി നമ്മുടെ ചരിത്രം എഴുതുന്ന ദൈവം. ഭൂമിയിൽ എല്ലായിടത്ത് അധിവസിക്കാൻ ഒരുവനിൽ നിന്ന് മനുഷ്യകുലത്തെ ഉണ്ടാക്കി, ജീവിത കാലാവധി ഡ്യൂറേഷൻ വെച്ചു, കൃത്യമായ സ്ഥലങ്ങൾ വിഭജിച്ച് ഓരോരുത്തർക്കും ജീവിക്കാൻ കൊടുത്തു. ദൈവം എന്ത് പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തതെന്നറിയാം. നമ്മൾ ഈ യാക്കോബിന്റെ ഏശാവിന്റെ കാര്യമൊക്കെ വായിക്കുമ്പോൾ കഥ വായിക്കുന്ന പോലെ വായിച്ചു വിടുക, പക്ഷേ നിത്യതയിലുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് തിരിച്ചറിയണം. ഇസഹാക്കിന്റെയും ഇസ്മായേലിന്റെയും കഥ വായിക്കുമ്പോൾ ഒരു ചരിത്രകാര്യമായി മാത്രം വായിച്ചു വിടാതെ, എന്റെ ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ, മനുഷ്യകുലത്തെ മെനയുമ്പോൾ, എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിലുണ്ടായ ചരിത്രത്തിന്റെ റെവലേഷൻ, ആ വെളിപ്പാട് നിവർന്ന് ഓരോ അധ്യായങ്ങൾ നിവർന്ന് വരികയായിരുന്നില്ലേ? പിശാചു മനുഷ്യനെ തകർക്കാനായിട്ട് പാപത്തിലേക്ക് വലിച്ചിഴച്ചപ്പോൾ ദൈവം മനുഷ്യനോടും പിശാചിനോടും പറയുന്ന ഒരു കാര്യമുണ്ട്: സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. പിറ്റേ നാൾ തകർന്നില്ല, 10 വർഷത്തിന് ശേഷവും അത് നടന്നില്ല. എന്നാൽ പ്രവാചകന്മാർ വീണ്ടും പറഞ്ഞു, ഒരുവൻ വരുന്നുണ്ട്, അവൻ സർപ്പത്തിന്റെ തല തകർക്കും. നമുക്കറിയാം അവസാനം മത്തായി സുവിശേഷം, ലൂക്കോസ്, യോഹന്നാൻ, മർക്കോസ് സുവിശേഷങ്ങൾ എഴുതുമ്പോൾ നോക്കണമേ, യേശു തമ്പുരാൻ ഭൂമിയിലേക്ക് വന്നു. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ അതിന്റെ കൺക്ലൂഷൻ എഴുതിയിട്ടുണ്ട്. കാലത്തികവിങ്കൽ, when the fullness of time was come, ദൈവത്തിന്റെ വെളിപ്പാടിന്റെ ഓരോ അധ്യായങ്ങൾ തുറന്ന് കാലം തികഞ്ഞപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായ പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി ഒരുവൻ ഈ ഭൂമിയിലേക്ക് വന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രം നോക്കണമേ, സാക്ഷാത്കരിക്കുന്ന തലത്തിലേക്ക് യേശു ഈ ഭൂമിയിലേക്ക് വന്ന് സർപ്പത്തിന്റെ തലയെ തകർത്ത, മരണത്തിന് മരണം കൊണ്ട് മറുപടി പറഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് എന്റെ യേശു പോയെങ്കിൽ എന്റെ ദൈവം എഴുതുന്ന ചരിത്രത്തെ തിരുത്താൻ കാലങ്ങൾക്ക് കഴിയത്തില്ല, നൂറ്റാണ്ടുകൾക്ക് കഴിയത്തില്ല, ലോകത്തിന്റെ ചരിത്രകാരന്മാർക്ക് കഴിയത്തില്ല, ചക്രവർത്തിമാർക്ക് കഴിയത്തില്ല. എന്റെ ദൈവം എഴുതിയത് എഴുതി. എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ നിയമിച്ചു കൊടുത്തേ? അതിനും പൗലോസ് ഉത്തരം കൊടുക്കുന്നുണ്ട്. അവർ ദൈവത്തെ അന്വേഷിക്കണം. മലയാളത്തിൽ തപ്പി നോക്കി എന്നൊക്കെ പഴയ ഭാഷയാ. ദൈവത്തെ അവർ മനഃപൂർവ്വമായി അന്വേഷിച്ച് കണ്ടെത്തുമോ എന്നറിയേണ്ടതിന്, അതായത് അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അവരെന്തിനെ ആശ്രയിക്കും, അവരന്വേഷിക്കുമോ ഇതിന്റെ പിന്നിൽ എന്താ? പഴയൊരു പാട്ടില്ലേ, ഈ പരാജയത്തിന്റെ, വേദനയുടെ, നിരാശയുടെ, വീഴ്ചയുടെ പിന്നിൽ എന്താ അവരന്വേഷിക്കണം. അന്വേഷിച്ചിട്ട്
കണ്ടെത്തണം. ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. നോക്കണമേ ദൈവമക്കളെ, നോക്കണമേ, ഈ ചെങ്കടൽ വിഭാഗിക്കുമ്പോൾ അവരന്വേഷിച്ച് കണ്ടെത്തണം. യോർദാൻ വിഭാഗിക്കുമ്പോൾ അവരന്വേഷിച്ച് അവർ കണ്ടെത്തണം. ഇത് വെറുതെ നടന്ന ഒരു കാര്യമല്ല. ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിന്റെ കൈയുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആപ്ലിക്കേഷൻ പറഞ്ഞു വിടുകയാ. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന ഏതു വേദനയാണെങ്കിലും, ഏതു നിരാശയാണെങ്കിലും, ഏതു വീഴ്ചയാണെങ്കിലും, ഏത് ഉയർച്ചയാണെങ്കിലും, ഏത് ഇൻസിഡന്റ് ആണെങ്കിലും, ഏത് ആക്സിഡന്റ് ആണെങ്കിലും, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, അന്വേഷിച്ച് നോക്ക. അതിന്റെ പിന്നിലുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, ഒരു ദൈവത്തിന്റെ ഇടപാട്, ഒരു ദൈവത്തിന്റെ സ്പർശനം, ഒരു ദൈവത്തിന്റെ ഇന്റർവെൻഷൻ ഇന്ന് രാത്രി തിരിച്ചറിയുവാൻ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ കാണണം. അല്ലാതെ സഭായോഗത്തിൽ വരുമ്പോഴല്ല ദൈവത്തെ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് മാത്രമല്ല ദൈവത്തെ കാണേണ്ടുന്നത്. കരിയമ്പലാവ് കൺവെൻഷന് വരുമ്പോൾ മാത്രമല്ല ദൈവത്തെ കാണേണ്ടുന്നത്. ലൈഫിലുള്ള ഓരോ ഇൻസിഡന്റിലും, ഓരോ പ്രവൃത്തിയിലും, നിന്റെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളിലും അന്വേഷിച്ച് കണ്ടെത്തണം ഈ ദൈവത്തെ. 5 മിനിറ്റ് കൂടെ ഉള്ളൂ, ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. പൗലോസ് അതുകൊണ്ട് പറയുന്നത് 4-ാമത്തെ കാര്യമാണ്. ഭയങ്കര ഒരു പ്രോമിസ് ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. ദൈവം ദൂരസ്ഥനല്ല, അകലത്തിലല്ല. 27-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം അത് പറയുന്നുണ്ട്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്നും വിദൂരസ്ഥനല്ല. നമ്മൾ ഇത് എപ്പിക്കൂരിയർക്കും സ്റ്റോയിക്കർക്കും ഉള്ളൊരു മറുപടിയാണ്. ചുരുക്കി പറഞ്ഞ ഈ പൗലോസ് പറയുന്നത് മരണം കൊണ്ട് തീരുന്നതല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഭാഗം ധ്യാനിച്ച് എത്ര പ്രാവശ്യം ഈ ഭാഗം വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് തോന്നിയത് എൻ്റെ ദൈവം ദൂരത്തിലല്ലെന്നുള്ള ആ ഉറപ്പ്. എത്ര പേര് അതിനകത്ത് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്. ഹി ഈസ് നോട്ട് ഹിഡൻ. അവൻ മറഞ്ഞിരിക്കുന്നവനല്ല. അവൻ ദൂരെ, ഞാൻ എപ്പോഴെങ്കിലും പോയി ഒരാഴ്ച യാത്ര ചെയ്ത് കാണുന്ന ഒരു ദൈവമല്ല. അവൻ അങ്ങ് ദൂരത്തിലിരുന്ന് റിമോട്ട് കൺട്രോൾ കൊണ്ട് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമല്ല. നോക്കണമേ, എന്നിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല. യേശുവിന്റെ വരവിനെ കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ച് പറയുന്ന വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി അങ്ങ് ദൂരെ പാർത്തു എന്നല്ലോ പറയുന്നത്. നമ്മുടെ കൂടെ പാർത്ത ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി കരിയമ്പലാവിലുള്ള ദൈവസഭയോട്, ദൈവജന കൂട്ടത്തോട് ഞാൻ ഇന്ന് ആത്മാർത്ഥമായി വിളിച്ചു പറയുക, നിന്റെ അടുത്ത് നിൽക്കുന്ന യേശുവിനെ ഇന്ന് രാത്രി ഒന്ന് കാണാൻ കഴിയുമോ? എവിടെയെങ്കിലും കയറിപ്പോയി കാണുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. കാണപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. നിന്റെ അടുത്ത് വരുന്ന എവിടാന്നുള്ളത് എന്റെ ദൈവത്തിന് വിഷയമല്ല. യേശുവിനെ കളഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാരെ തേടി പരാജയത്തിന്റെ തിബരിയാസ് കടലിൽ ചെന്ന യേശുവിനെയാ ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി തിരിച്ചറിയ, നിന്റെ അടുത്ത് വരുന്ന യേശു. എത്ര പേർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെപ്പോഴും സ്പിരിച്വാലിറ്റിയെ, ആത്മീയതയെ കാണുന്നത് ഇവിടെ ഈ അഥേനയിൽ കണ്ടതുപോലെ ഒരു കോർപ്പറേറ്റ് വർഷിപ്പിലാണ്. മർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് പത്മോസിന്റെ ദ്വീപിലും ഇറങ്ങും. എത്ര പേര് ആമേൻ പറയുന്നത്? പക്ഷെ എവിടെയോ നമ്മൾ മർക്കോസിന്റെ മാളിക മുറിയെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്തു. വലുതല്ലെന്നല്ല പറയുന്നത്, ഭയങ്കര ഇമ്പോർട്ടൻ്റാ. പക്ഷേ പത്മോസിന്റെ ഏകാന്തതയില്ല. നോക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നിന്റെ ലൈഫിൽ നീ ഒറ്റയ്ക്കായി പോകുന്നു എന്നുള്ള ചിന്ത നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, നിന്റെ ഭവനത്തിനുള്ളിൽ മറ്റാരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തപ്പോൾ, നീ കിടക്കുമ്പോൾ, നിന്റെ ICUവിനകത്ത്, വെന്റിലേറ്ററിനകത്ത് ഇന്ന് ഞാൻ പറയുന്നു, ദേവാലയത്തിൽ നീ കണ്ട യേശുവിനെ അവിടെയും നിനക്ക് കാണാം, അവിടെയും നീ കാണണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയത വ്യർത്ഥമാണ്. ദേവാലയത്തിൽ ഒതുക്കിയിരിക്കുന്ന ഒരു യേശു മാത്രമല്ല, അവിടെ നീ ആരാധിച്ചോ എനിക്ക് വിഷയമല്ല. പക്ഷെ ഒറ്റയ്ക്കായി പോകുന്ന നിമിഷങ്ങളിൽ നീ അനുഭവിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്.
പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ഒന്നാം പ്രതിപാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, ഒറ്റ മനുഷ്യൻ എന്റെ കൂടെ നിന്നില്ല. പൗലോസ് ടെസ്റ്റിമണി അവിടെ അവസാനിപ്പിക്കുന്നില്ല. പൗലോസ് പറയുന്നു, എങ്കിലും എന്റെ ദൈവം എനിക്ക് തുണ നിന്നു. ഒറ്റയ്ക്കായപ്പോൾ, ആരും കൂടെ നിൽക്കാനില്ലാത്തപ്പോൾ എന്റെ ദൈവം എനിക്ക് തുണ നിന്നു. ജയിലിൽ എന്റെ യേശുവിനെ കണ്ടവനാ പൗലോസ്. ജയിലില് കൈ കെട്ടപ്പെട്ടപ്പോൾ യേശുവിനെ കണ്ടവനാ പൗലോസ്. ഇന്ന് രാത്രി എത്ര പേർക്ക് അറിയാം, നടുക്കടലില് കപ്പൽ അപകടത്തിൽ പെട്ടിട്ട് ജീവൻ, നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ കയ്യിൽ ജീവൻ പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പറയുന്ന ഒരു പറച്ചിലുണ്ട്, എന്റെ ഉടയവനുമോ ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എന്റെ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ കരിയംപ്ലാവ് കൺവെൻഷനിൽ എന്റെ അടുത്ത് നിന്നു എന്നല്ല പറയുന്നത്. ക്രൂസേഡിന്റെ പാട്ടിന്റെ ഇടയിൽ എന്റെ അടുത്ത് ഇറങ്ങി വന്നു എന്നല്ല പറയുന്നത്. മുങ്ങാൻ പോകുന്ന കപ്പലില് ജീവൻ മുമ്പിൽ തീരുന്നു എന്ന് തോന്നുന്ന സ്ഥാനത്ത് എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എന്റെ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയില് എന്റെ അടുത്ത് നിന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് കപ്പൽ അപകടത്തിൽ യേശുവിനെ കാണാനൊക്കെ, എത്ര പേർക്ക് ദമസ്കോസിന്റെ റോഡില് എന്റെ യേശുവിനെ കാണാനായിട്ടൊക്കെ, എത്ര പേർക്ക് പത്മോസിന്റെ ദ്വീപില് യേശുവിനെ കാണാനൊക്കെ, എത്ര പേർക്ക് ജയിലില് കൈകൾ കെട്ടപ്പെട്ട് കിടക്കുമ്പോൾ, കാലാമത്തിൽ കിടക്കുമ്പോൾ യേശുവിനെ കാണാനായിട്ടൊക്കെ. നെഗറ്റീവ് അനുഭവം മാത്രമല്ല, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, മൂന്നാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു. എങ്ങനെ പോയെന്നൊന്നും എനിക്കറിയത്തില്ല, ശരീരം കൊണ്ടാണോ അല്ലയോ ഒന്നും എനിക്കറിയത്തില്ല. ദൂതന്മാരുടെ ഭാഷയൊക്കെ കേട്ടു. പക്ഷെ എന്നെ അതിശയിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും അതല്ല പാസ്റ്റർമാരെ. കുറച്ചു വാക്യങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒത്തിരി ഒന്നും കഴിഞ്ഞില്ല, അധ്യായം ഒന്നും മാറിയില്ല. ഇതേ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജഡത്തിൽ ഒരു ശൂലമുണ്ട്. 3 പ്രാവശ്യം ഞാൻ ദൈവത്തോട് ചോദിച്ചു ഇതൊന്ന് മാറ്റി തരണമെന്ന്. പക്ഷേ മൂന്നാം സ്വർഗത്തിൽ കേട്ട ശബ്ദം ഞാൻ അവിടെ കേട്ടില്ല, ദൂതന്മാരുടെ ശബ്ദം. പക്ഷേ യേശു തമ്പുരാൻ തന്നെ, ദൈവം തന്നെ ഇറങ്ങി വന്ന് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? പൗലോസേ, നിന്റെ ശൂലത്തെ ഞാൻ മാറ്റത്തില്ല, പക്ഷെ ആ ശൂലത്തിന്റെ നടുവില് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ആ വേദനയുടെ നടുവില് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ആ നഷ്ടത്തിന്റെ നടുവില് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ആകുലതയുടെ നടുവില് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. ആ വീഴ്ചയുടെ നടുവില് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. നീ അനുഭവിക്കുന്നത് പാട്ടിൽ മാത്രമല്ല, നീ അനുഭവിക്കുന്ന ഉപവാസത്തിൽ മാത്രമല്ല, ശൂലം കൊണ്ട് നടക്കുമ്പോഴും ശൂലം കൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴും നീ അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പെന്തക്കോസ്ത് സമൂഹമേ, സഭ മാത്രമാകരുത് ആത്മീയത. നിന്റെ വ്യക്തിപരമായ ജീവിതത്തില് ദൈവത്തിന്റെ ഇന്റർവെൻഷൻ. മൂന്നാം സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രസൻസ് ജഡത്തിലെ ശൂലത്തില് പൗലോസ് അനുഭവിച്ചു. പെന്തക്കോസ്തുകാർ പഴയ കാലത്ത് പാടി മറന്ന ഒരു പാട്ടുണ്ട്, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ സെലിബ്രേറ്റ് ചെയ്യാൻ, കൊണ്ടാടുവാൻ. 2 കൂട്ടർക്കേ ഇത് കഴിയത്തുള്ളൂ. ഒന്നുകിൽ കുറച്ച് പ്രശ്നമുള്ളവർക്ക് ഇത് കഴിയത്തുള്ളൂ, കഷ്ടത വരുമ്പം കൊണ്ടാടാൻ. രണ്ടാമത് നമുക്കേ കഴിയത്തുള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവനറിയാം, അവന്റെ വേദനയിൽ, ഇല്ലായ്മയിൽ, ആകുലതയിൽ, അവന്റെ താഴ്ചയിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. Seek him. അവനെ ദേവാലയത്തിൽ മാത്രം അന്വേഷിക്കരുത്, നിന്റെ ലൈഫിൽ നിന്റെ കൂടെ നടക്കുന്ന യേശുവിനെ ഇന്ന് രാത്രി അന്വേഷിക്കുക. അവനാണ് സകലത്തിന്റെയും ഉറവിടം. അവൻ ചരിത്രം എഴുതുന്നവനാണ്. അവൻ ദൂരത്തിലല്ല, അങ്ങ് മാറി നിൽക്കുന്നവനല്ല, എന്റെ കൂടെ വരുന്ന സ്വർഗസ്ഥനായ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ നിങ്ങളുടെ കൂടെ വന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവം സഹായിക്കും.